ഈ സംസ്ഥാനത്ത് തന്നെ NTA ഒരു സെന്റർ ഉള്ളത് കണ്ണൂർ ബസ് സ്റ്റാൻഡിന്റെ മുകളിലെ ഒരു താൽക്കാലിക വാടക കെട്ടിടത്തിലാണ്. രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷ നടത്തുന്ന NTA സെന്റർ ഏറ്റവും തെറ്റായ നിലയിൽ മനുഷ്യവിരുദ്ധമായി, വിദ്യാർത്ഥി വിരുദ്ധമായി, അങ്ങേയറ്റം ഏറ്റവും വസ്തുതാവിരുദ്ധവും അതിനപ്പുറത്തേക്ക് അഴിമതിയും കൊണ്ടുകാടുന്ന നിലയിലേക്ക് രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഇത് കൈകാര്യം ചെയ്യുകയാണ്. ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏതു പരീക്ഷയിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് രാജ്യത്ത് ഏറ്റവും നല്ല നിലയിൽ ക്രമക്കേടൊന്നുമില്ലാതെ ചട്ടങ്ങൾ പാലിച്ച് ഏറ്റവും മാതൃകാപരമായി പരീക്ഷ നടത്താൻ കഴിയുന്ന സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. അതിന് രാജ്യത്തെ RSSന് കഴിയില്ല. സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളെയും ഇല്ലാതാക്കുന്ന RSSന് അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഈ വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കേണ്ടി വന്ന ടോർച്ചർ, മാനസികമായ ബുദ്ധിമുട്ട്, അവരുടെ സാമ്പത്തിക ചെലവ് സർവ്വതിനും നിങ്ങൾ ഉത്തരം പറയണം. ആ ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥതയുണ്ട്. ആ ബാധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാകണം. അത് ഏതറ്റം വരെയും സമരം ചെയ്ത് SFI നേടിയെടുക്കും. അങ്ങനെ നേടിയെടുക്കുന്ന സാഹചര്യമാണ് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും SFIക്കുള്ളത്. ഒരു കാര്യം ഞങ്ങൾ ആവർത്തിക്കുകയാണ്, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇവിടെ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തുമ്പോൾ AG'സിൻ്റെ മുമ്പിൽ നിങ്ങൾ വെച്ച ബാരിക്കേഡ്, ഈ ഗേറ്റ് ഇവിടെ വന്നിരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് അത് രണ്ടും പൊളിച്ചടക്കി ഞങ്ങൾ ഇവിടെ ഇരുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ബാക്കി ഉണ്ടാകില്ല എന്നുറപ്പ് വെച്ചായിരിക്കും ഞങ്ങൾ തിരികെ പോവുക.